ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഞാനിന്ന് കുറേ ദിവസമായി വ്ളോഗ് ചെയ്തിട്ട്, അപ്പോൾ ഞാനിന്ന് വ്ളോഗ് എടുക്കുക, സൺഡേ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച്. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടല്ലോ. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഫ്രഷ് ആയിട്ടില്ലെങ്കിൽ ഒന്ന് ഉറക്കം തൂക്കിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് രാവിലെ എണീച്ച പാട് ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ടൊക്കെ വരും. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും അപ്പോൾ ആ റൂമിലൊക്കെ കിടക്കുക. അപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ഞാനും നോമിയും ഹാളിൽ വന്ന് ബെഡും വിരിച്ച് കിടന്നു. ഇപ്പോൾ ആരും എണീച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പോൾ എനിക്കൊരു ചായ ഇട്ട് കുടിച്ചാലേ ഒന്നൊരു ഇതാവുള്ളൂ. ചായ എനിക്ക് എണീച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്തൊക്കെ പറഞ്ഞാലും വെള്ളം കുടിക്കണം എണീച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാനതൊന്നും ചെയ്യാറില്ല. എനിക്ക് ചായ തന്നെ വേണം നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ചായ കുടിച്ചു. ചായ എന്ന് പറഞ്ഞാൽ പാൽ തീർന്നു. അപ്പോൾ ഞാൻ വെച്ച് പാൽപ്പൊടി ഇട്ടിട്ട് ചായ ആക്കാമെന്ന് വെച്ചിട്ട് പാൽപ്പൊടി ഇട്ട് ചായയൊക്കെ ആക്കി. പിന്നെ ഇന്ന് കുറച്ച് പരിപാടിയുണ്ട്. ഇന്ന് നോമിക്ക് സൺഡേ ഇതുണ്ട്, ഡാൻസ് ക്ലാസ്സൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോകണം. അപ്പോൾ ഞാൻ ചായയും രാവിലത്തേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ വന്ന് കുറച്ച് ഇവിടെ സെറ്റാക്കാനുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണം നമുക്ക് നവമീനെ കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് വിട്ടിട്ട് വേണം എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ വിരിച്ചു അന്ന് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് നവമീനെ കൊണ്ടുപോയി വിട്ടിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ്ട് എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അവരുടെ കിട്ടിയ ട്രോഫികളൊക്കെ ഒന്ന് തുടച്ചും പൊടി തട്ടിയിട്ടൊക്കെ വെച്ചു, ഒക്കെ സെറ്റാക്കി. എന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. രാവിലെ നല്ല പുട്ടും ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചിട്ട് ഞാനും നവമിയും എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ നവമിക്ക് പിന്നെ ഡാൻസ് ക്ലാസ്സിൻ്റെ മേക്കപ്പില്ലേ അത് ചെയ്യാൻ വേണ്ടി അവൾ പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവളുടെ ഡ്രസ്സിങ്ങും കാര്യത്തിന് വേണ്ടിയിട്ട് പോയി. അവർക്ക് ഡാൻസ് ക്ലാസ്സിന് നല്ല യൂണിഫോമൊക്കെ ഉണ്ട്. ഒരു വയലറ്റും ഓറഞ്ചും പോലത്തെ കളറൊക്കെ യൂണിഫോം ഉണ്ട്. പക്ഷേ ഇപ്പം അവൾക്ക് ചൂട് തുടങ്ങിയ യൂണിഫോം ഇത്തിരി ടൈറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ എപ്പോഴും ഇടുന്ന ഡ്രസ്സ് ഇട്ടോന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അവളെ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ മേക്കപ്പൊക്കെ ചെയ്ത് പിന്നെ ഞാൻ അവൾക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. പിന്നെ ഞാനും ഡ്രസ്സ് ചെയ്തു, ഞാനും സാനിയും ഡ്രസ്സ് ചെയ്തു. എന്നിട്ട് നവമീനെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോയി വിട്ടു. എന്നിട്ട് ഞാനും സാനിയും കൂടെ എനിക്ക് ഒരു കുറച്ച് കാലം മുന്നേ ഒരു അമ്മയെ പരിചയം. ചില അങ്ങനെയാണല്ലോ, കുറേ കാലം നമ്മുടെ കൂടെ ഉള്ളവരെ പോലെ തോന്നും ചില ബന്ധങ്ങൾ. അത് നമ്മൾ അത്രയും ഇതൊന്നും ഉണ്ടാവില്ല. കുറച്ച് കാലത്തെ ഒരു പരിചയം ഉണ്ടാവുള്ളൂ. പക്ഷെ ഭയങ്കര ഒരു ആത്മബന്ധമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ആ അമ്മേനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചു. അപ്പോൾ അവരിവിടെയൊക്കെ തന്നെ ഉണ്ടായാലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്. പക്ഷേ ഇപ്പോൾ അവർക്ക് കുറച്ചൊരിത് എന്നാലും അവർ നല്ലൊരു ആരോഗ്യമൊക്കെ ഉള്ള ലേഡിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സാനി ഞാനിങ്ങനെ എപ്പോഴും പറയുന്നതുകൊണ്ട് സാനി പറഞ്ഞ് ഞാനും വരെ കാണാൻ ഉറക്കം കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ എന്നാൽ പിന്നെ നമ്മുടെ ഡാൻസ് ക്ലാസ് കഴിയുന്നതിന് മുമ്പ് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവരെ കാണാൻ വേണ്ടി പോയി. ഭയങ്കര നല്ല ഇതാണ് നമ്മൾക്ക് ഒരു എന്താ പറയുക, നമ്മുടെ വീട്ടിൽ പോലത്തെ ഒരു സ്വാതന്ത്ര്യം ഇതൊക്കെയാണ് അവിടെ പോയാൽ. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ. അപ്പോൾ എനിക്കതെന്തോ ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു അടുപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും അമ്മച്ചിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് അവിടെ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. എല്ലാവരും കണ്ട് ഞങ്ങൾ പോയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ കണ്ട് തിരിച്ച് വന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ വരുന്നതിന് മുന്നേ വാവുട്ടനെല്ലാം അവൻ പോയിട്ട് നവമീനെ കൂട്ടിയിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ എത്തിയപ്പോൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മുളകിട്ട കറിയും അവിയലും പിന്നെ അതുപോലെ തന്നെ മത്തി പൊരിച്ചത്. കാരണം തിരക്ക് പിടിച്ചിട്ട് രാവിലെ പോകുന്ന സമയത്ത് നമുക്ക് ഇത്രയൊക്കെ പറ്റൂ. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.